ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നെന്മണികളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഏതൊക്കെയോ കുഞ്ഞിക്കിളികൾ ഇങ്ങനെ പറന്ന് വന്നും കഴിഞ്ഞിട്ട് ആ നെൽക്കതിരൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ താഴത്ത് വീഴും. അപ്പോൾ ആ താഴത്ത് വീണതൊക്കെ ഞാൻ എടുത്തും കഴിഞ്ഞ് നിക്കുവിനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇത് കഴിയുന്നത് വരെ അവർ ഇതങ്ങാണ്ടാണ് ഇപ്പോൾ കണ്ടുപിടിച്ചേക്കണം ഭക്ഷണമായിട്ട്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, കിളികളല്ലേ. അപ്പോൾ ഇന്നത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു ചക്ക ഇട്ടു, നമ്മൾ അയൽവക്കത്തേക്കൊക്കെ കൊടുത്തു. ഒരു കഷ്ണം നമ്മളും എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം വേണമല്ലോ ഇതൊക്കെ നന്നാക്കിയിരിക്കാനായിട്ട്. അപ്പോൾ ഞാനാണ് ഇതൊക്കെ നന്നാക്കി എടുത്തത്. പക്ഷേ അരിഞ്ഞൊക്കെ തന്നത് മുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖമായിരുന്നു. കാരണം അരിയുന്ന സമയത്ത് എങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയല്ലോ. അങ്ങനെ കുറച്ച് ലേശം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടും കഴിഞ്ഞ് വേവിച്ചു. പിന്നെ നമ്മൾ കൊച്ചുള്ളിയൊക്കെ അങ്ങോട്ട് ചതച്ചങ്ങോട്ട് എടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടങ്ങോട്ട് അത് കാച്ചിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മഴക്കാലത്ത് ഇത് മഴവെള്ളമൊക്കെ കുടിച്ചും കഴിഞ്ഞ് പോവും. അപ്പോൾ ഈ ചക്കയാണെങ്കിൽ മൂത്തിട്ട് പോലും ഇല്ല, നല്ല പാകമായിരുന്നു കേട്ടോ. മൂക്കാറായി നിൽക്കുന്ന ആ ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ വൈകിട്ടാണെങ്കിൽ രമേശ് ചേട്ടനാണെങ്കിൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൗഗ്ലിക്കുട്ടനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ മീൻ വയ്ക്കുകയും വറുക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം അവന് നന്നാക്കുമ്പോൾ ഞാൻ ഒരുപാട് കൊടുത്തതാണ്. എന്നാലും അവൻ അത് കഴിഞ്ഞിട്ട് കണ്ടോ എന്നെ കാണാൻ പാകത്തിന് ആ ജനലിൻ്റെ അവിടെ നിന്ന് നേരെ നോക്കുന്നിടത്തും കൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നും കഴിഞ്ഞിട്ട് അപ്പോൾ അവന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇതിപ്പോൾ മീൻ വയ്ക്കുകയോ വറുക്കുകയോ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് കാണുകയും ചെയ്യാം. അതുകൊണ്ടാണ് അവൻ അവിടെ ഇങ്ങനെ ഇരുന്നും കഴിഞ്ഞ് നോക്കുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കോഴിമക്കളെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇടയ്ക്കൊക്കെ ഒരു നേരിയ ഒരു ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ നല്ല വെയിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് നല്ല സന്തോഷമായി. ഇവർക്ക് നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഇങ്ങനെ ചിക്കി ചകഞ്ഞ് നടക്കാനും തൂവലൊക്കെ വെയിലത്തൊക്കെ ഉണക്കുന്നതൊക്കെ കാണാം കേട്ടോ. അങ്ങനെ അവർക്ക് ആ ചൂട് കൊള്ളുന്നതൊക്കെ നല്ല സുഖമായിരിക്കും. അപ്പോൾ മൗഗ്ലിക്കാണെങ്കിൽ ഇവരിങ്ങനെ വന്ന് കൊത്തിപ്പറക്കി തിന്നുന്നതൊക്കെ കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവർ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ നേരെ ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് വരും. അവർ അപ്പുറത്തേക്കാണ് പോകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും കൂടെ പോകും കേട്ടോ. പറമ്പിലൊക്കെ ഇവരുടെ ഒപ്പം അവനും നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് മൗഗ്ലി. അപ്പോൾ മഴയില്ലെങ്കിലാണ് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുള്ളൂ. ജൂൺ മാസമൊക്കെ ആയി, സ്കൂൾ തുറക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ടും നമുക്ക് ഒട്ടും മഴയില്ല അല്ലേ. വല്ലപ്പോഴൊക്കെയാണ് മഴയുള്ളൂ. അപ്പോൾ ഇവിടെ മഴയില്ലെങ്കിലും ഞാൻ രമേശ് ചേട്ടന് ഫോൺ ചെയ്തപ്പോൾ ചാലക്കുടിയിൽ മഴയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് കുറേ മാങ്ങകൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഡസൻ മാങ്ങ, അതെ 12 മാങ്ങ തന്നെയാണ് എടുത്തേക്കണത് കേട്ടോ. അത് മഞ്ഞളും ഉപ്പും മുളക് പൊടി ഇട്ടും കഴിഞ്ഞ് വേവിച്ചും കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തു മാറ്റണം കേട്ടോ. ഈ 12 എണ്ണം ഒന്നും നമുക്ക് ഒറ്റയടിക്ക് വേവിക്കാനുള്ളതല്ല കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേവിച്ചിട്ട് നമ്മളിത് തണുക്കാനായിട്ട് അങ്ങോട്ട് വയ്ക്കും. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി കഴിഞ്ഞാൽ അടച്ചും കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അങ്ങനെ മാങ്ങാക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ എടുത്തും കഴിഞ്ഞിട്ട് മാമ്പഴ പുളിശ്ശേരി വെക്കാനും പറ്റും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തോന്നൂല്ലേ. ഇപ്പോൾ മാങ്ങയൊക്കെ കണ്ട് മട്ടിയിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അത് ആ മീൻ കറിയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വറുക്കേ വേണം. ഇപ്പോൾ മത്തിയാണ് വാങ്ങിയിരുന്നത്. മത്തിയുടെ ഉള്ളിൽ മുട്ടയൊക്കെ ഉള്ള ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അതൊക്കെ വറുത്തും കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതും വറുത്തിട്ടുണ്ട്, മീൻ കഷ്ണങ്ങളും ഉണ്ട്. അങ്ങനെയാണ് വൈകുന്നേരത്തെ ഒരു കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീടത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഇപ്പോൾ എടുത്തും കഴിഞ്ഞ് ഇതുപോലെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞിട്ട് എടുത്തും കഴിഞ്ഞിട്ട് മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഒരു അപാര ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ. ഇപ്പോൾ ഇതാ നമുക്കാണെങ്കിൽ മാങ്ങ വീണ് കഴിയാറായി. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. പതിയാരി ക്ഷേത്രമാണ് കാണുന്നത്. ഇന്നവിടെ പ്രതിഷ്ഠാ ദിനമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ വേഗം തന്നെ ജോലികളൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട്. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ ഒന്ന് ചുറ്റി അടിച്ചൊക്കെ അങ്ങൊക്കെ ഒന്ന് നടന്നൊക്കെ നോക്കി. അപ്പോൾ കോഴിമക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയും വലിയ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പകലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നിക്കുവിനെ മാത്രം നമ്മൾ പുറത്തേക്ക് ഇറക്കുമല്ലോ. അങ്ങനെ നിക്കുവിനെ പുറത്തിറക്കിയിട്ടാണ് അവന് തീറ്റ കുറച്ച് നേരം പുറത്താണ് വെച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവന് കൂട്ടിലേക്ക് ആക്കുക. അപ്പോൾ ഇന്നുണ്ടല്ലോ അവനെ പുറത്ത് ഇറക്കി വിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊക്കലും കൂവലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ
ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു ചെറിയ വലക്കഷ്ണം ആ വാഴയുടെ സൈഡിലെങ്ങാണ്ട് കിടന്നിരുന്നതാണ്. അതിൽ നമ്മുടെ നിക്കുമോൻ പെട്ടുപോയി. അപ്പോൾ മൗഗ്ലിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത് കാണിച്ചു തന്നത്. മൗഗ്ലിനെയും കൊണ്ട് ഞാൻ അപ്പുറത്തായിരുന്നു. പെട്ടെന്നാണ് മൗഗ്ലി എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ചാടി കഴിഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പോൾ ഞാനും അവൻ്റെ പിന്നാലെ വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പേണ്ട് നിക്കു വലയപ്പെട്ടപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് സഹിക്കുമോ, എല്ലാവരും കൂടി ഭയങ്കര കൂവലായിരുന്നു കേട്ടോ. അപ്പോൾ അത് രമേശ് ഏട്ടൻ പിടിച്ചു കഴിഞ്ഞ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. രമേശേൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്ന ആ ഒരു സമയമായതുകൊണ്ടാണ് അത് പിടിച്ചത് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമായിട്ട് നിൽക്കായിരുന്നു. കാരണം നിൽക്കുവിനാണെങ്കിൽ കഴുത്തിൽ പപ്പൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ ഈ കഴുത്തിലാണ് കേട്ടോ ആ വലക്കണ്ണികൾ കുടുങ്ങിയിരുന്നത്. എടുക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നേ. അവൻ്റെ മേത്തുനിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വലയെടുത്ത് മാറ്റാനായിട്ട് പറ്റി. അപ്പോൾ മൗഗ്ലിയാണെങ്കിൽ പേടിച്ചിട്ടാണ് നിന്നിരുന്നത്. മൗഗ്ലി ഇത്തിരി അകലെ നിന്ന് നോക്കും, അടുത്ത് നിന്ന് നോക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സ്നേഹം തന്നെയാണ് കേട്ടോ. മൗഗ്ലിക്ക് ഈ നിക്കുവിനോടായാലും അല്ലിയോടായാലും ഈ കോഴിമക്കളൊക്കെ അവനും ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് അവൻ ഇവരെ പേടിപ്പിച്ച് ഒളിച്ചിരുന്ന് ചാടി വീഴ്ത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഓടി വരുന്നത് മൗഗ്ലിക്കുട്ടൻ തന്നെയാണ്. കുറച്ച് മഴ അങ്ങോട്ട് കിട്ടിയപ്പോഴേക്കും എന്താ ചേമ്പുകളൊക്കെ ആദ്യമേ ഇലയൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വളർന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമാണ്. നല്ല വലിപ്പമുള്ള ഇലകളാവുമല്ലോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ മുളച്ച് പൊന്തിയിട്ടുള്ളൂ. അപ്പോൾ മഴവെള്ളമൊക്കെ കുടിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ രണ്ട് വശത്തും ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ വീണ്ടും ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടൻ ഇട്ടും കഴിഞ്ഞ് കുടിച്ച് ഞാനിങ്ങനെ ആ ചെടികളെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നതോടൊപ്പം തന്നെ ആ മാങ്ങ വീഴുന്നത് ആ സൗണ്ടും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇത്തിരി ചൂട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ കോഴിമക്കൾക്ക് ഞാൻ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് രമേശേട്ടനും വേണ്ടിയിട്ട് ഇതാ ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ കുട്ടികൾക്ക് ഇത് വേണ്ട, കാരണം 2 ദിവസം മുൻപ് നമ്മൾ ഇത് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒട്ടും ഇഷ്ടാവില്ല കേട്ടോ അടുപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അവർ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചോളാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആ മുറ്റടിക്കുകയാണ്. അപ്പോൾ നല്ല ഉണങ്ങിക്കെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി സുഖമുണ്ട്. അപ്പോൾ ഒരു നീട്ടമുള്ള ചൂലും കൂടി മേടിക്കണം. ഈ ചൂല് വെച്ച് കഴിഞ്ഞിട്ട് അടിക്കണമെങ്കിൽ ഒത്തിരി കുമ്പിട്ട് അടിക്കണം. അപ്പോൾ അതൊരു ആയാസമായിട്ട് തോന്നാണ് കേട്ടോ. എങ്ങനെ ഉണങ്ങി കരിഞ്ഞ് കിടന്നിരുന്ന നമ്മുടെ ചെടികളാണ് ഇപ്പം നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എന്തു സ്പീഡിലാണ് ഇപ്പോൾ വളരണതെന്നറിയോ. ഇനിയിപ്പോൾ വെട്ടി നിർത്തേണ്ട സമയമൊക്കെ ആയി തുടങ്ങാണ് കേട്ടോ. എന്തായാലും അവർ ഉഷാറായിട്ട് വെള്ളമൊക്കെ കുടിച്ചും കഴിഞ്ഞാൽ അങ്ങനത്തെ വലുതാവട്ടെ, എന്നിട്ട് നമുക്ക് വെട്ടിയൊക്കെ ഒന്ന് ഒതുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം. നല്ല പച്ചപ്പോട് കൂടിയിട്ട് ചെടികൾ നിൽക്കുകയൊക്കെ വേണം. അന്ന് ആ വേനലിൽ ഉണങ്ങിക്കഴിഞ്ഞ് നിന്നപ്പോൾ എനിക്ക് എന്തു സങ്കടമായിരുന്നു എന്നറിയോ. ഇപ്പോൾ എനിക്കിങ്ങനെ സിറ്റ് ഔട്ടിലിരുന്നായാലും അതുപോലെ നടന്നും ഒക്കെ ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നാണ് കേട്ടോ. നമ്മൾ നോക്കുന്ന പോലെ, നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ പോലെ ഇരിക്കും കേട്ടോ ചെടികളൊക്കെ വളരുന്നതും ഭംഗി വയ്ക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണും കൈയൊക്കെ എപ്പോഴും ഇതിൻ്റെ ഇടയിലൊക്കെ എത്തണം കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് തോന്നും. നല്ല ചെടികളും ഇതൊക്കെ ആയിട്ട് വളർന്നു വരും. പൂക്കളും മൊട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ ഇപ്പോൾ എന്നും വിരിയുന്നുണ്ട് കേട്ടോ. രാത്രി ആകുമ്പോൾ സിറ്റ് ഔട്ടിലൊന്ന് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലോട് കൂടിയിട്ട് കാണാൻ പറ്റൂ കേട്ടോ. അവിടെ ഇവിടെയും വെള്ള പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ മാങ്ങ ഇന്നും വീണിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ചേ വീഴുന്നുള്ളൂ കേട്ടോ. 5-6 മാങ്ങയൊക്കെയാണ് വീഴുന്നുള്ളൂ. അപ്പോൾ ഇനി ഇപ്പം തന്നെ കഴിയാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചക്ക ഭാഗ്യത്തിന് നമുക്കിപ്പോഴൊന്നും കഴിയില്ല, ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയാണെങ്കിലാണ് കഴിയാറായിട്ട് നിൽക്കുന്നത്. അങ്ങനെ മൂവാണ്ടൻ മാവിൻ്റെ ചുവട്ടിൽ കിടന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഞാൻ കുറേ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ഞളൊക്കെ മുളച്ച് പൊന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃഷി ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്തെങ്കിലും എല്ലാം ഒക്കെ ഒന്ന് ചെയ്തിട്ടുള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ മുളച്ച് പൊന്തി കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരു ടൈമാണിത്. വോയിസ് കൊടുക്കുമ്പോൾ ഒപ്പം നമ്മുടെ നിക്കുമോനും വോയിസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൂവി വിടാണ് കേട്ടോ. നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന ഓരോന്നും നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അതാ ഇഞ്ചി കുഴിച്ചിട്ടതൊക്കെ അതാ പൊടിച്ച് വരുന്നുണ്ട്. ഇത് മത്തങ്ങയാണോ കുമ്പളങ്ങയാണോ എന്ന് അറിയില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെയാണ് ഇതൊക്കെ വളർന്നു വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ചാണകപ്പൊടിയൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ സ്ലറിയൊക്കെ ഒഴിച്ചിരുന്നു കേട്ടോ. ഇതിൽ പച്ചമുളകൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഈ കുറ്റിയാമര മാത്രമാണ് പൂവിടാത്തത്, പക്ഷെ നല്ല രീതിക്ക് തന്നെ വളർന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ
വിത്തുകളും മറ്റൊക്കെ ഇട്ടും കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരുന്നൊരു മനസ്സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത് കോവയ്ക്കാണ് നമ്മൾ ഈ പന്തലിൽ പടർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചേശായിരിക്കും ചിലപ്പോൾ ഓരോ ചെടിയിൽ നിന്നും കിട്ടുക. പക്ഷെ എല്ലാം കൂടിയിട്ടെങ്കിലും നമുക്കൊരു സാമ്പാറിലെങ്കിലും ഇടാനുള്ള കഷ്ണങ്ങൾ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ മനസ്സന്തോഷത്തിന് ഇതൊക്കെ ധാരാളമാണ്. ഇതിൽ വെച്ചിരിക്കുന്ന കുറ്റിയാമര പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പടർന്ന് കയറിയതാണ് പൂവിടാത്തത്. ഇത് കുമ്പളത്തൈയാണ് കേട്ടോ. അന്ന് വേനലിൽ ഉണങ്ങി പോയതാണ്. ഇപ്പോൾ മഴയൊക്കെ കിട്ടിയപ്പോൾ വീണ്ടും പൊടിച്ചു വന്നതാണ് കേട്ടോ. ചേനയാണെങ്കിലും എന്താ മുളച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പച്ചമുളകൊക്കെ നമ്മൾ പറിച്ച് വെച്ചിരിക്കുന്നത് വളമൊക്കെ ഇട്ട് കൊടുത്തതൊക്കെ നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ കുഞ്ഞു കൃഷി ആയിക്കോട്ടെ, ആ കൃഷി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ മറ്റേത് ജോലിയൊക്കെ ചെയ്യുന്നത് പോലെയല്ല, ആ സ്ട്രെസ്സൊക്കെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ പോവാണ് ചെയ്യുക കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് ജോലിയുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യണ്ടാന്ന്. പക്ഷെ ചെയ്തു തന്നെ നോക്കണം. നമ്മുടെ എല്ലാ സ്ട്രെസ്സും നമ്മളിൽ നിന്ന് വിട്ടുപോകും കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പയർ വിത്തുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതാ മുളച്ച് പൊന്തുന്നുണ്ട് കേട്ടോ. പക്ഷേ അറിയാൻ പറ്റില്ല, ഇന്നും വൈകിട്ട് കോഴിമക്കളെ അയച്ചു വിടുമ്പോൾ ഈ പൊന്തി നിൽക്കുന്ന ആ ഒരു മുളപ്പിലും പയർമണി ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടല്ലോ, അതെങ്ങാനും കാണുമ്പോൾ അവർ കൊത്തി തിന്നാൽ കഴിഞ്ഞു കഥ. എന്ത് തന്നെയെങ്കിലും ആയിക്കോട്ടെ, വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തു നോക്കും. അങ്ങനെയൊന്നും നമ്മൾ തോറ്റു കൊടുക്കില്ല കേട്ടോ. പിന്നെ അതാ ടെറസിൽ കയറിയപ്പോഴാണ് നമ്മുടെ നെല്ലിപ്പുളി മരം പൂത്ത് വരുന്നുണ്ട് കേട്ടോ. പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്ത് പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇങ്ങനെ പൂത്ത് വരുന്നുണ്ട്. ഇതാ വേനൽക്കാലത്തായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് എടുക്കാനായിട്ട് സുഖമായിരുന്നു. പിന്നെ നമുക്ക് കയ്യെത്താത്തതും കണ്ണെത്താത്തതുമായിട്ടുള്ള സ്ഥലത്താണ് പ്ലാവിൻ്റെ നെറുകയിലൊക്കെ പോയിട്ട് ഇഷ്ടം പോലെ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ആ മുകളിലേക്ക് പോകും തോറും വലിപ്പം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് കോഴിക്കൂടിൻ്റെ മുകളിലേക്കൊന്നും വീഴാതിരുന്നാൽ മതിയായിരുന്നു. ആകെ കൂടെ ഉണ്ടാവാത്തത് മുരിങ്ങയാണ്. പക്ഷെ മുരിങ്ങക്കായ ഉണ്ടായില്ലെങ്കിലും നമുക്കതിൻ്റെ ഇല എടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമാണ് ഉള്ളത്. ആ ഉള്ള സ്ഥലത്ത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പച്ചക്കറികളും കാര്യങ്ങളും ചെടികളും ഒക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് ഉണ്ടാവുക. ഇനിയും നിങ്ങൾ ആരും കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വിത്തുകളിട്ടോ തൈകൾ വാങ്ങിയോ ഒക്കെ കൃഷിയിലേക്ക് കടന്നു വരണം കേട്ടോ. അത് നമ്മുടെ ഹെൽത്തിനും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി നമുക്ക് നാളെ കാണാം.